കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്. എ ബി സി എന്ന ട്രയാങ്കിളിൽ എ എന്ന ആംഗിൾ 35 ഡിഗ്രിയും സി എന്ന ആംഗിൾ 85 ഡിഗ്രിയും. ചോദ്യം പറയുന്നത് അതിൻ്റെ വശങ്ങളെ ആരോഹണ ക്രമത്തിൽ എഴുതാനാ, ചെറുതിന്ന് വലുതിലോട്ട് അസെൻഡിങ് ഓർഡറിൽ എഴുതാനാ. അപ്പോൾ ഇവിടെ ആദ്യം ആ ട്രയാങ്കിളിൻ്റെ ആംഗിൾസുകളെ ഒന്ന് ശ്രദ്ധിക്കാം. ആദ്യം പറയുന്നത് എ ബി സി എന്ന ത്രികോണം. ഒന്ന് ജസ്റ്റ് ത്രികോണം ഒന്ന് വരച്ചാലോ? ഇങ്ങനെയാണ് ആ ത്രികോണമെന്ന് കരുതുക. ജസ്റ്റ് ഞാൻ ചുമ്മാ ഒന്ന് വരയ്ക്കുന്നതേ ഉള്ളൂ, റഫായിട്ട് കേട്ടോ. എ ബി സി എന്തൊക്കെയാണ് പറയുന്നത്? എ എന്ന ആംഗിൾ 35 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എ 35. പിന്നെ ചോദ്യത്തിൽ പറയുന്നു സി എന്ന ആംഗിൾ 85 ഡിഗ്രിയാ, സി 85. ടോട്ടൽ 180 ഡിഗ്രി വരണം, നിങ്ങൾക്കറിയാലോ. ഇപ്പം തന്നെ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 120 ഡിഗ്രി വന്നിട്ടുണ്ട്. അപ്പം ബി എന്ന ആംഗിൾ എത്ര എന്ന് ചോദിച്ചാൽ ടോട്ടലായ 180 ഡിഗ്രിയിൽ നിന്ന് 35-ൻ്റെയും 85-ൻ്റെയും സമ്മങ്ങ് കുറച്ചാൽ പോരെ. അപ്പോൾ ഇവിടെ നിന്ന് പറയാം ബി എന്ന ആംഗിൾ എത്ര എന്ന് ചോദിച്ചാൽ 60 ഡിഗ്രിയാണ്. എല്ലാ ആംഗിൾസും കിട്ടി. ഇനിയും ചിന്തിക്കേണ്ട കാര്യം, ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ആംഗിൾ ചെറുതെങ്കിൽ ഓപ്പോസിറ്റ് സൈഡും ചെറുതായിരിക്കും, ആംഗിൾ വലുതെങ്കിൽ ഓപ്പോസിറ്റ് സൈഡും വലുതായിരിക്കും. ആംഗിളിൻ്റെ വാല്യൂ ചെറുതെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ചെറുത്, ആംഗിളിൻ്റെ വാല്യൂ വലുതെങ്കിൽ ഓപ്പോസിറ്റ് സൈഡും വലുത്. അപ്പോൾ ഇവിടെ നമ്മളോട് പറയുന്നത് ആരോഹണ ക്രമത്തിൽ എഴുതാനാ. ആദ്യം ചെറിയ ആംഗിൾ എ ആ, അല്പം കൂടി വലിയ ആംഗിൾ ബി ആന്ന് ചോദ്യത്തിൽ നിന്ന് മനസ്സിലായി. ഏറ്റവും വലിയ ആംഗിൾ സി ആ. അപ്പോൾ ഉറപ്പായിട്ടും ഈ ആംഗിളുകളുടെ ഓപ്പോസിറ്റ് സൈഡുകളും ഈ ഒരു അസെൻഡിങ് ഓർഡറിൽ തന്നെ ആയിരിക്കത്തില്ലേ? ചെറിയ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ചെറിയ വശമാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ചെറിയ ആംഗിൾ എ ആന്ന് ചോദ്യം പറയുമ്പോൾ തന്നെ ചോദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇതിൻ്റെ ഏറ്റവും ചെറിയ വശം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായ ബി സി ആണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ചെറിയ വശം ബി സി. ഒരല്പം കൂടി വലുത് ഏതെന്ന് ചോദിച്ചാൽ ആംഗിൾ ബി ആണ്, അല്പം കൂടി വലിയ ആംഗിൾ. അപ്പോൾ ഉറപ്പായിട്ടും ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് സൈഡായ എ സി ആയിരിക്കും അല്പം കൂടി വലുത്. ഏറ്റവും വലിയ ആംഗിൾ സി ആണ് 85 ഡിഗ്രി, ഏറ്റവും വലുത്. അപ്പോൾ ഉറപ്പായിട്ടും സിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും ഏറ്റവും വലിയ സൈഡ്. സിയുടെ ഓപ്പോസിറ്റ് വരുന്നത് ആരാ? എ ബി ആണ് ഏറ്റവും വലിയ വശം. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ സൈഡുകളെ അറേഞ്ച് ചെയ്യുമ്പോൾ ഏറ്റവും ചെറുത് ബി സിയും പിന്നെ അല്പം കൂടെ വലുത് എ സിയും ഏറ്റവും വലുത് എ ബിയും. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ശരി എൻ്റെ കുട്ടികളെ, താങ്ക് യു.